നമുക്ക് ഇൻവെന്ററികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. വ്യക്തിത്വ മാപനം വ്യക്തിത്വത്തെ അളക്കാൻ, മാപനം ചെയ്യാൻ, പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഇൻവെന്ററി. ആ വാക്ക് നോക്കൂ, ഇൻവെന്റ് കണ്ടെത്തുക എന്നുള്ള അർത്ഥമില്ലേ? അപ്പം കുറെ കാര്യങ്ങൾ പ്രസ്താവനകളൊക്കെ തന്നിട്ട് നമ്മളുടെ വ്യക്തിത്വം ഇങ്ങനെ കണ്ടെത്താൻ, പരിശോധിക്കാൻ അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാൻ 4 ഇൻവെന്ററികൾ പഠിക്കാനുണ്ട്. ഒന്ന് PDS പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, 2 MMPI, 3 EPI, 4 AS. ഇങ്ങനെ 4 ഇൻവെന്ററികൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ അപ്പൊ ഇൻവെന്ററി എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തിത്വ മാപനത്തിനാണ്, ഒരാളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യക്തിത്വ സവിശേഷതകൾ മനസ്സിലാക്കാൻ പാകത്തിലുള്ള ചില കാര്യങ്ങൾ കൊടുത്തിട്ടാണ് മനസ്സിലാക്കുന്നത്, ചോദ്യങ്ങളായിട്ടും പ്രസ്താവനകളായിട്ടും ഒക്കെ. അപ്പൊ ഇൻവെന്ററികൾ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ള ഇൻവെന്ററിയാണ് PDS പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. ഇവിടുന്ന് ചോദ്യം വരാം. എന്താണെന്നറിയോ? ആദ്യത്തെ ഇൻവെന്ററിയാണ് PDS. ഈ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ആണ് ആദ്യത്തെ ഇൻവെന്ററി. ആദ്യത്തെ ഇൻവെന്ററി പിന്നെ ആവിഷ്കരിച്ചത് ആരാണ്? RS വുഡ്വർത്ത് ആണ്. ആദ്യത്തെ ഇൻവെന്ററി ആയിട്ടുള്ള PDS പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ആവിഷ്കരിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? RS വുഡ്വർത്ത് ആണ്. ഇനി രണ്ടാമത്തത് മിന്നസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. മിന്നസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി MMPI. ഏറ്റവും പ്രസിദ്ധമായ വ്യക്തിത്വ ഇൻവെന്ററി ആണിത്. വ്യക്തിത്വം മാപനം ചെയ്യാനുള്ള, അളക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസിദ്ധമായ വ്യക്തിത്വ ഇൻവെന്ററിയാണ് MMPI. ഉത്തരങ്ങൾ ചില പ്രത്യേക സവിശേഷതകളുടെ സൂചകങ്ങളായിരിക്കത്തക്ക വിധത്തിലുള്ള ആകെ 550 ഇനങ്ങൾ ഈ ഇൻവെന്ററിയിലുണ്ട്. ആ ഇൻവെന്ററിയുടെ സ്ട്രക്ചർ മനസ്സിലായോ? ആ ഇൻവെന്ററിയിൽ ഒരു 550 ഇനങ്ങളുണ്ട്. അപ്പൊ അത് ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുമ്പം ആ വ്യക്തി തരുന്ന ഉത്തരങ്ങളിലൂടെ എന്ത് വരും? ആ വ്യക്തിയുടെ സവിശേഷതകൾ നമുക്ക് മനസ്സിലാവും. കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഈ ഇൻവെന്ററിയുടെ പ്രത്യേകത, ഇതിലൊരു 550 ഇനങ്ങളുണ്ട് പ്രസ്താവനയായിട്ടും മറ്റുമൊക്കെ ആയിട്ട്. അതൊരു വ്യക്തി സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആ സോൾവ് ചെയ്ത് വരുന്ന ഉത്തരത്തിലൂടെ ആ വ്യക്തിയുടെ സവിശേഷതകൾ നമുക്ക് മനസ്സിലാവും. ഇത് അളക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അങ്ങനെയാണിത്. അപ്പോ ഉത്തരങ്ങൾ ചില പ്രത്യേക സവിശേഷതകളുടെ സൂചകങ്ങളായിരിക്കത്തക്ക വിധത്തിലുള്ള ആകെ 550 ഇനങ്ങളാണ് ഈ ഇൻവെന്ററിയിൽ ഉള്ളത്. അതാണ് മിന്നസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി അഥവാ MMPI. ഐസങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി EPI. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയാണ് ചോദിക്കുക: നാഡീ വൈകല്യ പ്രവണതകൾ അളക്കാൻ ഐസങ്ക് ആവിഷ്കരിച്ച ഇൻവെന്ററിയാണ് EPI. നാഡീ വൈകല്യ പ്രവണതകൾ അളക്കാൻ ഐസങ്ക് ആവിഷ്കരിച്ച ഇൻവെന്ററിയാണ് EPI. ഐസങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി EPI. വ്യക്തിത്വത്തിന് സ്ഥിരത, അസ്ഥിരത. വ്യക്തിത്വത്തെ തിരിക്കുകയാണ്: സ്ഥിരതയുള്ള വ്യക്തിത്വം, അസ്ഥിരമായ വ്യക്തിത്വം. സ്ഥിരത, അസ്ഥിരത. അല്ലെങ്കിൽ അന്തർമുഖത്വം, ബഹിർമുഖത്വം. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് നമ്മൾ പറയാറുണ്ട്. അന്തർമുഖത്വം, ബഹിർമുഖത്വം എന്നീ 2 മാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സങ്കല്പത്തിലാണ് ഇതിന്റെ സംവിധാനം. ഐസങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി EPI. നാഡീ വൈകല്യ പ്രവണതകൾ അളക്കാൻ ഐസങ്ക് ആവിഷ്കരിച്ച ഇൻവെന്ററിയാണ് EPI. ഇത് പ്രകാരം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിചാരം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന് സ്ഥിരത, അസ്ഥിരത എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ അന്തർമുഖത്വം, ബഹിർമുഖത്വം, ഇങ്ങനെ 2 ലെവല്, 2 മാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സങ്കല്പത്തിലാണ് ഇതിന്റെ സംവിധാനം. അതായത് മേ ബി ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സ്ഥിരതയുള്ളതാവാം, അസ്ഥിരമാവാം. അതല്ലെങ്കിൽ വ്യക്തി അന്തർമുഖനാകാം, ബഹിർമുഖനാവാം. ഇത് 2 മാനങ്ങൾ മാത്രമേ ഉള്ളൂ വ്യക്തിത്വത്തിന് എന്ന സങ്കല്പത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ലാസ്റ്റ് വൺ, അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി, AS. അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി. ഈ AS പ്രതികരണ പഠനം